ഹലോ ഫിലിം ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിലിം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 ഇറങ്ങിയ ഡെസ്പറേറ്റ് വിഡോസ് എന്ന ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിന്റെ കഥയാണ്. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മുഖംമൂടി ധരിച്ച ആള് ഒരു അമ്മയെയും മകളെയും ഒരു വാനിൽ തട്ടിക്കൊണ്ടു പോകുന്നതാണ് കാണിക്കുന്നത്. ആരോ ഒരാൾ പറഞ്ഞിട്ടാണ് അയാൾ ഇതെല്ലാം ചെയ്യുന്നത്. ഈ സീന് കട്ടായിട്ട് ഒരാളുടെ ശവസംസ്കാരമാണ് കാണിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ഇയാളുടെ ഭാര്യയാണിത്. ഇവരുടെ പേരാണ് പേജ്. ഇതാണ് അവരുടെ മകൾ ഏഞ്ചൽ. എന്നാൽ അയാൾ മരിച്ചു പോയതിൽ ഇവർക്ക് രണ്ടുപേർക്കും സങ്കടമൊന്നുമില്ല. കാരണം അയാൾ വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു. കള്ളു കുടിച്ചു വന്നിട്ട് അയാൾ വളരെ മോശമായിട്ട് അവരെ അടിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ സ്വന്തം മകളോട് അയാൾ വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്. ഒരു ദിവസം കള്ളു കുടിച്ചു വന്ന അയാൾ മോശമായിട്ട് ഏഞ്ചലിനോട് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് അവളുടെ മുൻപിൽ വെച്ചാണ് അയാൾ മരിച്ചു പോയത്. ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് പേജ് കുറേ പീഡനങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിപ്രഷനിലായിപ്പോയ അവൾ കൗൺസിലിങ്ങിനായിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഡോക്ടർ അവളോട് ഇവിടെ നിന്ന് മാറി പുതിയൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ മെൻ്റലി നിങ്ങൾ ഓക്കെ ആവും എന്ന് പറയുന്നു. അതുപോലെ ഡോക്ടർ അയാൾക്ക് പരിചയമുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ചും അവളോട് പറയും. അങ്ങനെ പേജും ഏഞ്ചലും വേറെ ഒരു നാട്ടിലേക്ക് താമസം മാറുന്നു. പിന്നീട് പേജ് ഡോക്ടർ പറഞ്ഞ ആ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകൾക്കും ഓരോ കഥകളുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവരുടെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അവിടെ വെച്ച് ഒരു ലേഡി പേജിനെ പരിചയപ്പെടുന്നു. പേജിൻ്റെ പോലെ തന്നെ ഈ അടുത്താണ് ഇവരുടെ ഭർത്താവും മരിച്ചു പോയത്. ഇപ്പോൾ ഒരു മകനെ കൊണ്ട് തനിച്ചാണ് ഇവർ താമസിക്കുന്നത്. അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ ആ ലേഡി ഡയാന എന്നൊരു സ്ത്രീയെക്കുറിച്ചും അവർ നടത്തുന്ന ഒരു ആശ്രമത്തിനെ കുറിച്ചും പേജിനോട് പറയുന്നു. ഭർത്താവ് മരിച്ചുപോയി തനിച്ചായി പോയ ഈ ലേഡി ഡിപ്രഷനിലായ സമയത്ത് അവർ 3 മാസം ആ ആശ്രമത്തിൽ താമസിച്ചിരുന്നു. ആ ആശ്രമത്തിൽ താമസിച്ചതിന് ശേഷം ഇപ്പോൾ താനൊരു പുതിയ ആളായി മാറിയിരിക്കുകയാണെന്ന് ആ ലേഡി പേജിനോട് പറയുന്നു. അങ്ങനെ ആ ലേഡി ഡയാനയുടെ അഡ്രസ്സ് പേജിന് കൊടുക്കും. അങ്ങനെ അടുത്ത ദിവസം തന്നെ പേജ് ഡയാന എന്ന ആ ലേഡിയെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. പേജിൻ്റെ പോലെ ഭർത്താക്കന്മാർ മരിച്ച കുറേ സ്ത്രീകൾ ആ ആശ്രമത്തിലുണ്ട്. 3 മാസമാണ് ആ ആശ്രമത്തിൽ താമസിക്കാൻ പറ്റുന്നത്. ഈ 3 മാസം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്നും അതുപോലെ മൊബൈൽ ഫോണൊന്നും ഉപയോഗിച്ച് പുറം ലോകമായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കാൻ പാടില്ലെന്നും അവർ പറയുന്നു. അങ്ങനെ പേജ് ഏഞ്ചലിനെ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചിട്ട് ആ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നു. അവരവിടെ എത്തുമ്പോൾ ഫോണിൽ സിഗ്നൽ എല്ലാം കട്ടായി പോയിരുന്നു. അതുപോലെ ചുറ്റും CCTV ക്യാമറകളൊക്കെ വെച്ച് വളരെ സെക്യൂരിറ്റിയിലായിരുന്നു ആ സ്ഥലം ഉണ്ടായിരുന്നത്. സ്ത്രീകൾ മാത്രം താമസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും സെക്യൂരിറ്റീസ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഡയാന അവരോട് പറയുന്നു. ഇന്ന് പേജ് അവിടെ ഒരു ആണിനെ കാണും. ജോൺ എന്നാണ് അയാളുടെ പേര്. പെട്ടെന്ന് അയാളുടെ ഭാര്യ മരിച്ചത് കൊണ്ട് തന്നെ വല്ലാതെ ഡിപ്രഷനിലായിരുന്നു അയാൾ. അതുകൊണ്ടാണ് ഊമയായ ജോണിനെ താൻ ഇവിടെ ജോലിക്ക് വെച്ചതെന്നും അയാൾ കുഴപ്പക്കാരനൊന്നും അല്ലെന്നും രാത്രി 7 മണിയായാൽ ജോൺ ഇവിടെ നിന്ന് പോകുമെന്നൊക്കെ ഡയാന പേജിനോട് പറയുന്നു. സമന്ത എന്ന ഈ ലേഡിയാണ് പേജിൻ്റെ റൂമിൽ താമസിക്കുന്നത്. ഇവരുടെ മകളുടെ പേരാണ് ടെസ. ടീനേജേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏഞ്ചലും ടെസയും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി മാറുന്നു. സമന്തയുടെ ഭർത്താവും വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അയാളുമായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞത് കൊണ്ട് തന്നെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മകളും സമന്തയും ഇങ്ങോട്ട് വന്നതെന്ന് അവർ പറയുന്നു. അതുപോലെ 6 മാസമായിട്ട് അവരിവിടെ താമസിക്കുന്നുണ്ടെന്നും അവൾ പറയുന്നു. ഏഞ്ചലിന് ഒരു കൂട്ടുകാരിയെ കിട്ടിയത് കൊണ്ട് തന്നെ പേജ് വളരെ സന്തോഷവതിയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി പേജ് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുന്നതായിട്ട് അവൾ കേൾക്കുന്നു. എന്നാൽ അവിടെ ആരെയും തന്നെ കാണാനില്ലായിരുന്നു. പക്ഷേ അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം ഒരു മരത്തിന് പിന്നിൽ നിന്ന് ജോൺ എഴുന്നേറ്റ് വരുന്നതായിട്ട് കാണിക്കുന്നു. സോ ജോൺ ഒരു ഊമയല്ലെന്ന് ഈ സീനിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ 1 മാസം കടന്നു പോകുന്നു. അങ്ങനെ ഒരു ദിവസം പേജ് ഡയാനയോട് മകളെയും കൂട്ടി 2 ദിവസം സിറ്റിയിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്നാൽ ഡയാന അതിനൊരിക്കലും സമ്മതിക്കുന്നില്ല. 3 മാസം കഴിയാതെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് അവൾ പറയുന്നു. അവിടെയുള്ള എല്ലാവർക്കും ഡയാനയെ വളരെ പേടിയാണ്. ഡയാനയുടെ അടുത്ത് സൂക്ഷിച്ചു നിൽക്കാനായിട്ട് സമന്ത പേജിനോട് പറയും. പക്ഷേ എന്തിനാണ് എല്ലാവരും ഡയാനയെ ഇങ്ങനെ പേടിക്കുന്നതെന്ന് പേജിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട് വരികയായിരുന്ന പേജ് ആശ്രമത്തിന് ചുറ്റും ഇലക്ട്രിക് കമ്പികൾ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് കരുതിയിട്ട് അവൾ അത് തൊടാനായിട്ട് പോകുന്നു. എന്നാൽ പെട്ടെന്ന് ജോൺ അവളുടെ മുകളിലേക്ക് ചാടി വീണിട്ട് അവളെ പിടിച്ചു മാറ്റുന്നു. ഈ കമ്പികളിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് ജോൺ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നീട് അവന് ജോലിക്കായിട്ട് ഗ്യാരേജിലേക്ക് വരുമ്പോൾ അവിടെ ഒരു തോക്ക് ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് കാണിക്കുന്നു. ജോണിന്റെ പെരുമാറ്റത്തിൽ നിന്ന് അവനൊരു ഊമയൊന്നുമല്ല എന്ന് പേജ് കണ്ടുപിടിക്കുന്നു.
അങ്ങനെ പേജ് അവൻ്റെ അടുത്തേക്ക് വന്ന് അവന് ഊമയല്ല എന്നുള്ള കാര്യം ഡയാനെ അറിയിക്കാൻ പോവുകയാണെന്നും എന്തിനാണ് അവൻ ഇങ്ങനെ ഊമയായിട്ട് ഇവിടെ അഭിനയിച്ചു നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോണ് പേജ് കരുതുന്നത് പോലെ ഡയാന അത്ര നല്ല സ്ത്രീയല്ലെന്ന് പറയുന്നു. കാരണം ഇവിടെ ഈ ആശ്രമത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ജോണിന് ഒരു മകളും ഭാര്യയാണ് ഉള്ളത്. 3 മാസങ്ങൾക്ക് മുൻപ് ഭാര്യയ്ക്കും ജോണിനും ഇടയിൽ വഴക്കുണ്ടാവുകയും അങ്ങനെ ഭാര്യ മകളെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവർ രണ്ടുപേരും ഈ ആശ്രമത്തിലേക്കാണ് വന്നതെന്ന് പിന്നീട് ജോണ് കണ്ടുപിടിച്ചു. പക്ഷേ അവന് പിന്നീട് അവിടെ വന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ജോണിന്റെ ഭാര്യയും മകളും ഇവിടെ നിന്ന് മടങ്ങിപ്പോയി എന്നാണ് ഡയാന അവനോട് പറഞ്ഞത്. പക്ഷേ ഇത് ജോണ് വിശ്വസിക്കുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും ഇവിടെ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവൻ ഇവിടെ ജോലിക്ക് വന്നതെന്നും ജോണ് പറയുന്നു. ഇതേ സമയം ഏഞ്ചല് ഒരു റൂമിനകത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു കോർണറിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നു. എലിസബത്തും മെലീസയും ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നായിരുന്നു അവിടെ എഴുതി വെച്ചിരുന്നത്. ഇത് കണ്ട് ഏഞ്ചല് ടെസ്സയോട് ആരാണ് ഈ എലിസബത്തും മെലീസ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ആ പേര് കേട്ട ടെസ്സ വല്ലാതെ പേടിച്ചു പോകുന്നു. എന്നാൽ അവള് തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഏഞ്ചലിനെയും കൂട്ടി പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവരുടെ രണ്ടുപേരുടെയും പേര് കേട്ട് അവൾ വല്ലാതെ പേടിക്കുന്നുണ്ടെന്ന് ഏഞ്ചലിന് മനസ്സിലാകുന്നു. അങ്ങനെ അന്ന് രാത്രി ജോണും പേജും കൂടിയിട്ട് അന്ന് പേജിന് ഡയാനയെ പരിചയപ്പെടുത്തിയ ആ ഗ്രൂപ്പിലുള്ള ആ ലേഡിയെ കാണാനായിട്ട് പോകുന്നു. പേജിനെ കണ്ട അവള് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും. എന്നാൽ ജോണ് അവളെ പിടിക്കുകയും ഡയാനയെക്കുറിച്ച് അവളോട് ചോദിക്കുകയും ചെയ്യുന്നു. പേടിച്ചു പോയ ലേഡി ഡയാനയെക്കുറിച്ചുള്ള അവൾക്കറിയാവുന്ന സത്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയും. പുറത്തുള്ള സ്ത്രീകളെ ആശ്രമത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഡയാന ഈ ലേഡിക്ക് കമ്മീഷൻ കൊടുക്കാറുണ്ടെന്നും ഈ ലേഡീസിൽ നിന്ന് ഡയാന ചിലരെ സെലക്ട് ചെയ്യുകയും അവരെ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യാറുണ്ട്. സാറ എന്നൊരു അമ്മയെയും മകളെയും ബ്ലാക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്ത കാര്യം തനിക്കറിയാമെന്ന് ആ ലേഡി പറയുന്നു. ഇത് കേട്ട് ജോണ് അവൻ്റെ ഭാര്യ എലിസബത്തിനെ കുറിച്ച് അറിയാമോ എന്ന് ആ സ്ത്രീയോട് ചോദിക്കും. പക്ഷെ അവർക്ക് അറിയില്ലെന്ന് പറയുന്നു. പിന്നീട് പേജ് ഈ വിവരങ്ങളെല്ലാം പോലീസിനെ അറിയിക്കാമെന്ന് പറയും. എന്നാൽ തെളിവുകളൊന്നും ഇല്ലാതെ ഡയാനെതിരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ജോൺ അവളോട് പറയുന്നു. 2-3 ദിവസമായിട്ട് പേജിന്റെ മേലിൽ ഡയാൻ ഒരു സംശയം തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ പേജിനെ വാച്ച് ചെയ്യാനായിട്ട് ഡയാൻ അവളുടെ അസിസ്റ്റന്റിനോട് പറയും. അങ്ങനെ അടുത്ത ദിവസം ജോണും പേജും ഡയാൻ ഇല്ലാത്ത സമയം നോക്കിയിട്ട് അവളുടെ ഓഫീസിലേക്ക് കയറുകയും അവളുടെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യുകയും ചെയ്യും. അതിലുള്ള ഡോക്യുമെന്റ്സിൽ കുറെ ഇല്ലീഗലായിട്ട് പേയ്മെന്റ് നടത്തിയിരിക്കുന്നതായിട്ട് അവർ കാണുന്നു. ആശ്രമത്തിലുള്ള സ്ത്രീകളെ വിറ്റാണ് ഇവർക്ക് ഈ പണം കിട്ടിയതെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ തെളിവുകളൊക്കെ അവരൊരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഡയാന വരുന്നതായിട്ട് അവർ കാണുന്നു. എന്നാൽ ഡയാനയ്ക്ക് സംശയം തോന്നാതിരിക്കാനായിട്ട് പെട്ടെന്ന് ജോണ് പേജിനെ കിസ് ചെയ്യുന്നത് പോലെ അഭിനയിക്കും. അങ്ങനെ റൂമിലേക്ക് കയറി വന്ന ഡയാന ഇത് കണ്ട് ഷോക്കായി പോകുന്നു. അങ്ങനെ ഡയാനയ്ക്ക് സംശയമൊന്നും തോന്നാതെ അവർ രണ്ടുപേരും ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷേ അവരെ ഫോളോ ചെയ്യായിരുന്ന ഡയാനയുടെ അസിസ്റ്റന്റ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അസിസ്റ്റന്റ് അവർ രണ്ടുപേരും ഡയാൻ ഇല്ലാത്ത സമയം നോക്കിയാണ് എന്തോ തെളിവ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിലേക്ക് കയറിയതെന്ന് ഡയാനെ അറിയിക്കുന്നു. ഇത് കേട്ട് ഡയാന അവരുടെ ലാപ്ടോപ്പിലുള്ള ഡാറ്റകളെല്ലാം സുരക്ഷിതമായിട്ട് വെക്കുന്നു. പിന്നീട് പേജ് ഏഞ്ചലിനോട് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. ഇത് കേട്ട് ഏഞ്ചല് ആ റൂമിൽ എലിസബത്തിനെ കുറിച്ച് എഴുതി വെച്ച കാര്യങ്ങളും പറയും. ഇവിടെ താമസിക്കുന്നത് സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയ അവര് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നു. ഇതേ സമയം സമന്ത ഡയാനയുടെ അടുത്തേക്ക് പോയിട്ട് പേജും മകളും എലിസബത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഡയാന അവളോട് എലിസബത്തിനെ കുറിച്ച് ആര് ചോദിച്ചാലും ഒന്നും പുറത്ത് പറയരുതെന്നും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാമന്തയെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് ജോൺ പേജിനോട് പുലർച്ചെ 5 മണിക്ക് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുന്നു. പക്ഷെ പേജിന് അന്ന് രാത്രി ഉറക്കം വന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ രാത്രി 3 മണിയായ സമയത്ത് പുറത്തേക്ക് വെറുതെ നടക്കാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഡയാനയുടെ അസിസ്റ്റന്റ് എങ്ങോട്ടോ ടോർച്ചടിച്ച് കാട്ടിലേക്ക് പോകുന്നതായിട്ട് അവൾ കാണും. അങ്ങനെ പേജ് അവൾ അറിയാതെ അവളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ അസിസ്റ്റന്റ് ഒരു വീടിനകത്തേക്ക് കയറിയിട്ട് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് അവൾ കാണും. അങ്ങനെ അസിസ്റ്റന്റ് അവിടെ നിന്ന് പോയതിനു ശേഷം പേജ് ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെ ജോണിന്റെ ഭാര്യയായ എലിസബത്തിനെയും അവരുടെ മകളെയും കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് അവൾ കാണുന്നു. ഇവരെ രണ്ടുപേരെയുമാണ് സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മളെ കാണിച്ചത്. അങ്ങനെ പേജ് അവരെ ആശ്വസിപ്പിച്ച് അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഈ കാര്യം അറിയിക്കാനായിട്ട് ജോണിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ ജോണിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെയും കൂട്ടി അവൾ ആ ബിൽഡിങ്ങിലേക്ക് വരും. എന്നാൽ ജോണിനെ കണ്ട് എലിസബത്ത് ആകെ ഷോക്കായി പോകുന്നു.
ആക്ച്വലി പേജിൻ്റെ ഹസ്ബൻഡിൻ്റെ പോലെ തന്നെ വളരെ ക്രൂരനായ ഒരാളാണ് ജോൺ. അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എലിസബത്തും മകളും ഈ ആശ്രമത്തിലേക്ക് വന്നത്. എന്നാൽ ഇത്രയും ദിവസം ജോൺ പേജിൻ്റെ മുന്നിൽ നല്ലവനായിട്ട് അഭിനയിക്കായിരുന്നു. എലിസബത്തും മകളും ജോൺ അവരോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ചൊക്കെ പേജിനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് പേജിന് ജോൺ ഒരു മോശപ്പെട്ട ആളാണെന്ന് മനസ്സിലാവുന്നു. പിന്നീട് ജോൺ അവൻ്റെ മകളുടെ കെട്ടൊക്കഴിച്ച് അവൾ അവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ പേജ് അവനെ തടയുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ജോൺ അവളെ തലക്കടിച്ചിട്ട് മയക്കുകയും പിന്നീട് മകളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇതേ സമയം ഏഞ്ചല് ഡയാനയുടെ റൂമിനടുത്തുകൂടി പോകുമ്പോൾ അവര് ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നതായിട്ട് അവൾ കേൾക്കുന്നു. കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ആശ്രമത്തിലേക്ക് വരുന്ന സ്ത്രീകളെ അവർ ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റാണ് കാശുണ്ടാക്കുന്നത്. ഇനി സ്ത്രീകളെ തരണമെങ്കിൽ കൂടുതൽ പണം വേണമെന്ന് ഡയാന ആ ഫോണിൽ വിളിക്കുന്ന ആളിനോട് ആവശ്യപ്പെടുന്നതായിട്ട് ഏഞ്ചല് കേൾക്കുന്നു. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ അവൾ റൂമിലേക്ക് പോയിട്ട് ടെസയെ വിളിച്ചുണർത്തുന്നു. ഇതേ സമയം മയങ്ങിക്കിടക്കായിരുന്ന പേജിനെ ജോണിന്റെ ഭാര്യ എലിസബത്ത് എഴുന്നേൽപ്പിക്കുകയും പിന്നീട് അങ്ങോട്ട് വന്ന ഡയാനയുടെ അസിസ്റ്റന്റിനെ അവർ രണ്ടുപേരും ചേർന്ന് കെട്ടിയിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങോട്ട് വന്ന ഡയാന ഡോറ് തുറന്ന് നോക്കുമ്പോൾ അസിസ്റ്റന്റിനെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് അവരവിടെ നിന്ന് രക്ഷപ്പെട്ട കാര്യമൊക്കെ ഡയാനയോട് പറയുന്നു. രക്ഷപ്പെട്ടു പോയ പേജ് നേരെ പോയത് ജോണിന്റെ റൂമിലേക്കാണ്. ജോണ് മകളെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് കണ്ട് പേജ് അവൻ്റെ തലക്കടിച്ചിട്ട് അവനെ മയക്കുന്നു. പക്ഷേ ജോണ് വീണതുപോലെ അഭിനയിക്കുകയായിരുന്നു. അങ്ങനെ പേജും എലിസബത്തും ഇവിടെ നിന്ന് ഡയാനയുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ രക്ഷപ്പെടുമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജോണ് പേജിന്റെ പിന്നിൽ നിന്ന് ആക്രമിച്ച് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ കറക്റ്റ് ടൈമിൽ തന്നെ അങ്ങോട്ട് സാമന്ത വരികയും അവൻ്റെ തലക്കടിച്ചിട്ട് അവനെ മയക്കി കിടത്തുകയും ചെയ്യുന്നു. ആശ്രമത്തിലെ സ്ത്രീകളെ ഡയാന വിൽക്കുന്ന കാര്യം സാമന്തയും മകളും കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ഈ കാര്യം ഡയാനയ്ക്ക് മനസ്സിലാവുകയും ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സമന്തയും മകളെയും കൊന്നു കളയുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് അവർ ഈ ആശ്രമത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പേജിനോട് പറയാതിരുന്നത്. ഇതേ സമയം ഏഞ്ചലും ടെസയും ഡയാനയുടെ റൂമിലേക്ക് വരികയും ലാപ്ടോപ്പിലെ എല്ലാ തെളിവുകളും കണ്ട അവര് ഡയാനയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പോലീസിനെ വിളിച്ച് പറയുന്നു. എന്നാൽ കറക്റ്റ് ടൈമിൽ തന്നെ അങ്ങോട്ട് ഡയാന വരികയും അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് അറിഞ്ഞ അവള് ഏഞ്ചലിനെയും ടെസനെയും തലക്കടിച്ചിട്ട് മയക്കിയിട്ട് അവരെ ഒരു കാറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നു. പോലീസ് വരുന്നതിന് മുൻപ് അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ അങ്ങോട്ട് പേജ് വരികയും പിന്നീട് ഡയാനയും പേജും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം ഏഞ്ചൽ വിളിച്ചത് കൊണ്ട് തന്നെ പോലീസുകാർ അങ്ങോട്ട് വരികയും എല്ലാ തെളിവുകളോടും കൂടിയും ഡയാനയും അസിസ്റ്റന്റിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ എലിസബത്തിനെയും മകളെയും ഉപദ്രവിച്ചതിന്റെ പേരിൽ ജോണിനെയും അവർ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സിനിമയുടെ അവസാനം എലിസബത്തും പേജും മെലീസയും എല്ലാവരും ചേർന്ന് ഒരു വീടെടുത്തിട്ട് അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അവർക്ക് നടന്ന ദുരനുഭവത്തെക്കുറിച്ച് പേജ് ഒരു പുസ്തകം എഴുതുന്നു. അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് കോപ്പി അവരുടെ കയ്യിൽ കിട്ടുന്നതോടു കൂടി ഈ ചിത്രം അവസാനിക്കുന്നു. ഇതുപോലെയുള്ള നല്ല കഥകൾ കേൾക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഒരു ലൈക്ക് കൂടി തരണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.